പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവിൽ അത്രയും സ്നേഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ ഏറ്റവും അധികം ഉപയോഗിച്ചൊരു വാക്കാണ് ദൈവരാജ്യം. അവിടുന്ന് വളരെ വ്യക്തമായിട്ട് പ്രസംഗിച്ചു, ആഹ്വാനം ചെയ്തു. ഇതാ സമയം പൂർത്തിയായി, ദൈവരാജ്യം ഇതാ അടുത്തെത്തിയിരിക്കുന്നു. ലോകരാജ്യം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്, ദൈവരാജ്യം എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. മൂന്നാമത്തെ ഒരവസ്ഥയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നൊരവസ്ഥ. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ലോകരാജ്യത്തിലാണ്. ലോകരാജ്യത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവ് കടന്നു വന്നിട്ട് പറഞ്ഞു, ദൈവരാജ്യം ഇതാ അടുത്തെത്തിയിരിക്കുന്നു, ദൈവരാജ്യം അടുത്തെത്തിയിരിക്കുന്നു. ആ ദൈവരാജ്യം അനുഭവിക്കാൻ വിശ്വാസത്തിൽ ആയിരിക്കണം, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ നമ്മളോട് പ്രത്യേകം പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളോട് പറയുക. റോമർക്കെഴുതിയ ലേഖനത്തിലെ 14-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യത്തിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് നീതി, സമാധാനം, അതേ പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവരാജ്യത്തിലായി ലോകരാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് കയറി ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് ജീവിച്ച് മരിച്ച് വേണം നമ്മൾ സ്വർഗരാജ്യത്തിൽ ചെല്ലുവാൻ. അപ്പോൾ ലോകരാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് ഈ ലോകരാജ്യത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് ജീവിച്ച് മരിക്കണമെന്ന് കർത്താവ് നമ്മളോട് പറയുക. അപ്പോൾ ലോകത്തിലെ മറ്റ് മനുഷ്യർ ജീവിക്കുന്ന പോലെയല്ല, ലോകത്തിൻ്റെ നീതിബോധമല്ല, ലോകത്തിൻ്റെ കാഴ്ചപ്പാടല്ല, ലോകത്തിൻ്റെ ക്രമീകരണമല്ല, ലോകത്തിന് പ്രിയപ്പെട്ടവരായിട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മുടെ ജീവിതം മാമോദീസ മുങ്ങി കത്തോലിക്ക തിരുസഭയുടെ മക്കളായിട്ട് നാം ഓരോരുത്തരും തീർന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിന് അനുരൂപരായിട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. റോമർക്കെഴുതിയ ലേഖനത്തിലെ 12-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുകയല്ലേ, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്, നിങ്ങൾ ലോകത്തിന് അനുരൂപരായിട്ട് ജീവിക്കരുത്. ഈ ലോകത്തിന് അനുരൂപരായിട്ട് ജീവിക്കാൻ പാടില്ല എന്ന് പൗലോസ് നമ്മളെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ മക്കളും ലോകരാജ്യത്തിൻ്റെ മക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ദൈവരാജ്യത്തിൻ്റെ മക്കൾ ദൈവകൽപ്പനകളും ദൈവവചനവും ആധാരമാക്കി അടിസ്ഥാനമാക്കി ജീവിതം ക്രമീകരിക്കുമ്പോൾ ലോകമക്കൾക്ക് ഇങ്ങനെയൊരു ചിന്തയില്ല. ചില പ്രിൻസിപ്പിൾസ്, ചില തത്വങ്ങൾ, ചില ധാർമ്മിക നിയമങ്ങളനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമുക്കാകപ്പാടെ ഒരേ ഒരു കാര്യം, ദൈവത്തോടും ദൈവത്തിൻ്റെ കൽപ്പനകളുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ലോകരാജ്യത്തിൽ ജീവിക്കുന്ന നമ്മളോട് പറയുന്ന നീതിബോധമുള്ളവരായിട്ട് തീരണം. നിൻ്റെ ഒരു കരണത്തടിക്കുന്നവന് എന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നിൻ്റെ വലത് കരണത്തടിക്കുന്നവന് ഇടത് കരണം കൂടെ കാണിച്ചു കൊടുക്കുക. മലയിലെ പ്രസംഗത്തിൽ വീണ്ടും നമ്മുടെ കർത്താവ് പറയുകയാണ്, നിൻ്റെ മേലങ്കി എടുക്കുന്നവനോട് പുറങ്കുപ്പായി ഊരിക്കൊടുക്കുക.
നിനക്ക് നിന്നെ ഉപദ്രവിക്കുന്നവനെ ശപിക്കുന്നവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിലെ 5, 6, 7 അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ദൈവരാജ്യത്തിൻ്റെ മക്കളുടെ നീതിബോധത്തെയാണ്, അല്ലെ നീതിയുടെ ജീവിതം എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. ലോകരാജ്യത്തിൽ ജീവിക്കുന്ന, ലോകത്തിൻ്റെ അരൂപിയിൽ ജീവിക്കുന്നൊരു വ്യക്തിക്ക്, ഒരു ലൗകിക മനുഷ്യന് ഈ രീതിയിൽ ജീവിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. ഇങ്ങനെ ജീവിക്കാൻ കഴിയത്തില്ലെന്നുള്ള തീരുമാനമുണ്ട്. അവിടെ 1 കൊരിന്തോസ് 2-ാം അധ്യായത്തിൽ 14-15 മുതൽ വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നത്, ലൗകിക മനുഷ്യന് ആത്മീയ തലം മനസ്സിലാകത്തില്ല. കാരണം അത് ആത്മാവിൻ്റെ ശക്തി കൊണ്ട് അത് വിവേചിച്ചറിയാൻ ലൗകിക മനുഷ്യനത് സാധിക്കത്തില്ല. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ ഇത് ഭോഷത്തരമാണെന്ന് എപ്പോഴും പറയും. അതുകൊണ്ട് ഭോഷത്തരമാണ്. അതുകൊണ്ട് ആത്മീയമായിട്ട് ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുന്നവരുടെ ജീവിതം കാണുമ്പോൾ ലൗകിക മനുഷ്യന് ഇതൊരു ഭോഷത്തരമാണ്, ജീവിതം പാഴാക്കുന്നതാണ്, വെറും ജീവിതം അത് ഇല്ലാതാക്കുന്നതാണ്, ഇത് വെറും മഠേത്തരമാണ് എന്ന് പറയുന്ന ഒരു മനോഭാവം എപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു മനോഭാവം. എന്നാൽ ആത്മീയ മനുഷ്യനാകട്ടെ ഇത് ആത്മീയമായിട്ട് ആത്മാവിൻ്റെ ശക്തി കൊണ്ട് വിവേചിച്ചറിയാൻ കഴിയുന്നത് കൊണ്ട് ഇതിനൊക്കെ അർത്ഥമുള്ളതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അവിടെ ആത്മീയ തലത്തിലേക്ക് വളരുക എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ മക്കളുടെ നീതിബോധം, ശത്രുവിനെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നതിന് ഉപകാരം ചെയ്യുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, കടം വാങ്ങുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക, ഇങ്ങനെ പറയുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കുക. ഇത് മനുഷ്യബുദ്ധി കൊണ്ട് സാധിക്കത്തില്ല. ഇനിയും നമുക്കൊരു ചിന്തയുണ്ടാകും, എല്ലാവരും കടം വാങ്ങാൻ വന്നാൽ എന്ത് ചെയ്യും? എല്ലാവരും മേലങ്കി എടുത്തുകൊണ്ട് പോകുവാൻ വരികയാണെങ്കിൽ എന്തു ചെയ്യും? എല്ലാവരും ഇങ്ങനെ വലതുകരണം തടിക്കാൻ വന്നാൽ എന്ത് ചെയ്യും? എന്നാൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. സങ്കീർത്തന പുസ്തകത്തിലെ 34-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യത്തിൽ ദൈവഭക്തൻ്റെ ഭവനത്തിന് ചുറ്റും കർത്താവിൻ്റെ മാലാഖ പാളയമടിച്ച് കാവൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വചന വാഗ്ദാനം സക്രിയാസ് പ്രവചനത്തിലെ 9-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യത്തിൽ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടുമെന്നും ഒരു മർദ്ദകനും അവിടെ പ്രവേശിക്കുവാൻ ഇടയാകാത്ത വിധത്തിൽ ഞാൻ എൻ്റെ മാലാഖയെ കാവൽ നിർത്തുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ദൈവത്തിൻ്റെ വചനവാഗ്ദാനം എൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അതേ നമ്മളെ പഠിപ്പിക്കുന്നൊരു സത്യമുണ്ട്. ഞാനൊരു ദൈവഭക്തനും ഞാനൊരു ദൈവഭക്തിയുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ചുറ്റും ഒരു സ്വർഗത്തിൻ്റെ സംവിധാനം പ്രവർത്തിക്കാൻ തുടങ്ങും. ആ സ്വർഗത്തിൻ്റെ സംവിധാനം പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ഒരു കാലത്തിൽ, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിൽ എൻ്റെ അടുക്കിലേക്ക് എല്ലാവരും കടന്നു വരത്തില്ല. തോന്നിയവർക്കൊക്കെ കടന്നു വരാൻ സാധിക്കത്തില്ല. വഴിയെ പോകുന്നവരൊക്കെ കയറി വരത്തില്ല. എല്ലാവരും അത് കടം ചോദിക്കത്തില്ല. എല്ലാവർക്കും എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. എല്ലാവർക്കും എൻ്റെ അടുക്കൽ വന്ന് എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടാകത്തില്ല. കാരണം സ്വർഗത്തിൻ്റെ സംവിധാനം എൻ്റെ ജീവിതത്തിന് ചുറ്റും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ക്രമീകരണം വരും. ഇനി ആരെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ
കാവൽ നിർത്തിയിരിക്കുന്ന കാവൽ മാലാഖ അല്ലെങ്കിൽ മാലാഖയുടെ അനുവാദത്തോടുകൂടി എന്ന് പറയുമ്പോൾ സ്വർഗത്തിൻ്റെ അനുവാദത്തോടുകൂടി കടന്നു വരുന്നൊരു കടം മേടിക്കാൻ വരുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കടന്നു വരുന്നൊരു വ്യക്തി, അത് ദൈവം അനുവദിച്ചിട്ടാണ്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്, ദൈവത്തിൻ്റെ ക്രമീകരണത്തിൻ്റെ ഭാഗമാണ്. കാരണം ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ടല്ലേ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിൻ്റെ തലയിലെ തലമുടിനാരിലൊന്ന് കൊഴിയുമ്പോൾ നീ അറിയുന്നില്ലെങ്കിലും ഞാൻ അറിയുന്നുണ്ട് എന്ന് പറയുന്നൊരു തമ്പുരാൻ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് വിചാരിച്ച് ആകുലപ്പെടേണ്ട, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് ഇതെല്ലാം അറിയാമെന്ന് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിന് 6-ാം അധ്യായത്തിൽ 32-ാമത്തെ വാക്യത്തിൽ നമ്മളോട് പറയുമ്പോൾ അതേ ദൈവത്തിൻ്റെ സംവിധാനം പ്രവർത്തിക്കുന്നൊരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം തീരണം. അതാണ് ഞാൻ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ തീരണം. ദൈവരാജ്യത്തിൻ്റെ ഒരു മകനും മകളും ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളായതൊക്കെ. അതുകൊണ്ട് അവിടെ ഒരു ക്രമീകരണമുണ്ട്, അവിടെ ഒരു സംവിധാനമുണ്ട്. അത് സ്വർഗം ഇടപെടുന്നൊരു സംവിധാനമാണ്. അതുകൊണ്ട് സുഭാഷിതം 16:7 ഇങ്ങനെ പറയും, ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുമെന്ന് വചനത്തിലൂടെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ക്രമീകരണം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ശത്രു പോലും നമ്മുടെ അടുക്കൽ ഇഷ്ടം പോലെ പെരുമാറാൻ സാധിക്കാതെ അവൻ ഇണങ്ങിക്കഴിയാൻ പരിശ്രമിക്കും. അതവൻ്റെ നിർബന്ധമായിട്ട് മാറി, അവൻ്റെ ആവശ്യകതയായിട്ട് മാറും. അത് സ്വർഗത്തിൻ്റെ സംവിധാനം എനിക്ക് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസാക്കിൻ്റെ അടുക്കൽ ഇസാക്കിൻ്റെ ശത്രുക്കൾ അമ്മോന്യർ കടന്നു വന്നിട്ട് പറയുകയാണ്, നീയുമായിട്ട് ഞങ്ങൾ കുടമ്പടി വയ്ക്കണം. ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, നിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന്, നിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യമാണ് നീയുമായിട്ട് ഉടമ്പടി വെക്കേണ്ടത്. ഈ ഒരു ധാരണയിലാണ്, ചിന്താഗതിയിലാണ് അവർ കടന്നു വരുന്നത്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. ദൈവം കാവൽ നിൽക്കുന്ന, വേറൊരു ഭാഷയിൽ സ്വർഗം, തൻ്റെ സ്വർഗത്തിൻ്റെ സംവിധാനം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഇത് എല്ലാം ഇഷ്ടം പോലെ നിയന്ത്രണമില്ലാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. എല്ലാത്തിനും ഒരു നിയന്ത്രണമുണ്ട്, എല്ലാത്തിനും ഒരു ക്രമീകരണമുണ്ട്, എല്ലാത്തിനും നിയന്ത്രണമുണ്ട്. ഓരോ നിമിഷവും ഓരോ സംഭവവും ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് അതേ നടക്കുന്നതാണ്. സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി ലോകരാജ്യത്തിലായിരിക്കുന്നൊരു വ്യക്തി ദൈവരാജ്യത്തിൻ്റെ മകനും മകളുമായിട്ട് തീരാൻ പരിശ്രമിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് നീതിബോധം ലോകരാജ്യത്തിൻ്റെ നീതിബോധമല്ല. എന്നെ ഉപദ്രവിച്ച വ്യക്തിക്ക് തിരിച്ചടിക്കുന്നത് ലോകരാജ്യത്തിൻ്റെ നീതിയാണ്. നീതി അത് പക്ഷേ ന്യായീകരിക്കും. എന്നാൽ ദൈവരാജ്യത്തിലായിരിക്കുന്ന മക്കൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി നമുക്കറിയാം, സമാധാനം അവരനുഭവിക്കുന്നവരാണ്. എന്ത് സംഭവിച്ചാലും ദൈവം അനുവദിച്ച് ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലായിടത്തും അവരൊരു സമാധാനത്തോടുകൂടി പിടിച്ചു നിൽക്കും. സമാധാനം അത് ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന തികവുള്ള ഒന്നാണ് സമാധാനം. അത് സ്വർഗത്തോട് ബന്ധമുള്ളതാണ്. ഒരു പരിധിവരെ പറയാൻ ഞാൻ മുതിരുകയാണ്, ദൈവം തരുന്ന സമാധാനം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ്. ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്നത്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചാലും, ഏത് സാഹചര്യത്തിലും, ഏത് ക്ലേശത്തിൻ്റെ നടുവിലും ഇതൊന്നും
അവരെ ബാധിക്കുന്നതായിട്ട് തീരത്തില്ല. കാര്യം സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കുന്നതാണ് സമാധാനം എന്ന് പറയുന്നത്. ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ 1 കൊരിന്തോസ് 2-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യത്തോട് ചേർന്ന് പറയുകയാണ്, കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതും മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിങ്ങളോട് ഞങ്ങൾ പറയുന്നത്. ഇത് ഒരു ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവം കരുണാപൂർവ്വം സ്നേഹപൂർവ്വം കൊടുക്കുന്ന അനുഭവങ്ങൾ അത് ലോകരാജ്യത്തിലെ മക്കൾക്കൊരിക്കലും മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. മൂന്നാമത്തെ ഒരു തലമുണ്ട്, ദൈവരാജ്യത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന മറ്റൊരു തലം. ആ തലമാണ് അവർക്ക് പരിശുദ്ധാത്മാവിൽ എപ്പോഴും ഒരു സന്തോഷമുണ്ട്. പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ട്. എന്താണ് ദൈവരാജ്യത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നെന്ന് ചോദിച്ചാൽ, അവർ ജീവിതത്തിൽ ദൈവനാമത്തിൽ ഏറെ ക്ലേശമുള്ളതാണെങ്കിലും ഏറെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അവർ ദൈവനാമത്തിൽ നന്മ ചെയ്യുന്നവരായിരിക്കും. നമുക്കറിയാം, യഥാർത്ഥത്തിലൊരു നന്മ ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിക്ക് ചെയ്തു കൊടുക്കണമെങ്കിൽ അത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും നഷ്ടം സഹിച്ച് അല്ലെങ്കിൽ വേദന സഹിച്ച് ക്ലേശം അനുഭവിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കൊരു നന്മ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നന്മ ചെയ്യാൻ സാധിക്കുന്ന ജീവിതം, എപ്പോഴും നന്മ ചെയ്യാൻ അവസരം നോക്കുന്ന ഒരു അവസ്ഥ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യും, ചെറിയ കാര്യത്തിൽ പോലും ശ്രദ്ധിക്കും. അവരുടെ ജീവിതത്തെപ്പറ്റി പറയുന്നത് നിങ്ങളുടെ ഉത്തരം അതേ അതേ എന്നും അല്ല അല്ല എന്നും ആയിരിക്കണം. കർത്താവ് പറയുകയാണ്, വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉത്തരം അതേ അതേ എന്നും അല്ല അല്ല എന്നും ആയിരിക്കണം. ഇതിനിടയ്ക്കൊരു ഉത്തരം ഉണ്ടാകാൻ പാടില്ല. ഇടയ്ക്കൊരു ഉത്തരം കൊണ്ടു നടക്കാൻ പാടില്ല. അതാണ് രണ്ടുത്തരമേ ഉള്ളൂ, അതെ അല്ലെങ്കിൽ ഇല്ല, യേസ് ഓർ നോ. ഒരു ദൈവരാജ്യത്തിൻ്റെ പൈതൽ അല്ലെങ്കിൽ മകനോ മകളോ ദൈവനാമത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി സത്യമെന്ന് പറയുന്നതും ശരിയെന്ന് പറയുന്നതും നല്ലതെന്ന് പറയുന്നതുമായ ഒരു കാര്യം ചെയ്യാനോ ചെയ്തു കൊടുക്കാനോ ഒരു നന്മ ചെയ്യാനോ ഏതെങ്കിലും തരത്തിൽ ജീവിതം കൊണ്ട് എത്ര ബുദ്ധിമുട്ടേണ്ടി വന്നാലും അവരുടെ ഉത്തരം എപ്പോഴും അതെ അതെ എന്നായിരിക്കും. അതേസമയം പാപമെന്ന് പറയുന്നതും തിന്മയെന്ന് പറയുന്നതും എത്ര നിസ്സാരമാണെങ്കിലും ശരി, എപ്പോഴും ഉത്തരം അതേ, തീർത്തും നോ, ഇല്ല എന്ന് ആയിരിക്കും. ഇതാണ് കർത്താവ് നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ മക്കൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ വേണം ജീവിക്കാൻ. ഇങ്ങനെ നന്മ ചെയ്ത് കഴിയുമ്പോൾ, നന്മ ചെയ്ത് ജീവിക്കുമ്പോൾ, നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറെ സന്തോഷമൊന്നും തോന്നുകയില്ല. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വേദനിക്കേണ്ടതായിട്ട് വരും, ക്ലേശമനുഭവിക്കേണ്ടി വരും. എന്നാലൊരു നന്മ ചെയ്ത് ആ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തിയിൽ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന ഒന്നാണ് ഒരു വലിയ സന്തോഷം. ഈ സന്തോഷം ലോകത്തിൽ നിന്ന് ലഭിക്കത്തില്ല. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകത്തിലെ 4-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യത്തിൽ അവർക്ക് വീഞ്ഞിലൂടെയും ധാന്യത്തിലൂടെയും ലഭിച്ച സന്തോഷത്തെക്കാട്ടിൽ അധികമായിട്ട് ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം നൽകി നിറച്ചു എന്ന് സങ്കീർത്തകൻ പറയുന്നത് ഈ ദൈവരാജ്യത്തിൻ്റെ ആയിരിക്കുന്ന മക്കൾക്ക് ലഭിക്കുന്നൊരു അനുഭവമാണ്. അതുകൊണ്ടാണ് ലോകരാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരണം, അല്ലെ പ്രവേശിക്കണം. അത് ബലപ്രയോഗിക്കണം.
അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ വരെ നിയമവും പ്രവാചകന്മാരുമായിരുന്നു, എന്നാൽ യോഹന്നാൻ സ്നാപകൻ മുതൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് തീരാൻ നമ്മൾ പരിശ്രമിക്കണം. ബലപ്രയോഗം നടത്തണം. നമ്മോട് ബലപ്രയോഗം നടത്തണം. എൻ്റെ ശരീരത്തിൻ്റെ പ്രവണതകളോട്, എൻ്റെ മനസ്സിൻ്റെ അഭിലാഷങ്ങളോട് ഞാൻ ബലപ്രയോഗം നടത്തി എൻ്റെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിച്ച് എങ്കിൽ മാത്രമേ ഞാൻ ദൈവരാജ്യത്തിൻ്റെ മകനായിട്ട് അല്ലെ മകളായിട്ട് തീരാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഓരോ ദിവസവും ഈ ശ്രദ്ധാപൂർവമുള്ള അധ്വാനത്തിൻ്റെ ഫലമായി ലോകരാജ്യത്തിൻ്റെ അരൂപിയിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ അരൂപിയിലേക്ക് നമ്മൾ കടന്ന് ഈ ലോകത്തിൽ ജീവിച്ച് നീതിബോധമുള്ളവരും സമാധാനം അനുഭവിക്കുന്നവരും അതേ പരിശുദ്ധാത്മന് സന്തോഷം അനുഭവിക്കുന്നവരായി ജീവിച്ച് മരിച്ച് സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള സത്യം നാം ഒരിക്കലും മറക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയും ചെയ്യാം. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കണം. നമ്മൾ ലോകരാജ്യത്തിൽ നിന്ന് അതേ ദൈവരാജ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കണം. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും അതേ കുദാശ ജീവിതത്തിലൂടെയും ഈ ജീവിതം ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി വളർത്തി വലുതാക്കി അങ്ങനെ നമ്മൾ സത്യത്തിന് സാക്ഷ്യം കൊടുക്കുന്നവരായി ഈ ലോകത്തിൽ ജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരാൻ വിളിക്കപ്പെട്ടവരാണ്. അതിന് വെളിച്ചത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം, ഞാൻ ഏത് രാജ്യത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്? ലോകരാജ്യത്തിലാണോ ദൈവരാജ്യത്തിലാണോ? ലോകരാജ്യത്തിലാണെങ്കിൽ ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു മാനസാന്തരം ആവശ്യമാണ്. എനിക്കൊരു വിശ്വാസ ജീവിതം ആവശ്യമാണ്. ദൈവരാജ്യത്തിൻ്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കണം. ദൈവരാജ്യത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടൊരു മാറ്റമുണ്ടാകണം. അതുകൊണ്ടാണ് ഒരു മാനസാന്തരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. വചനം അനുസരിച്ച് ഈ ഒരു മാറ്റം കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ കർത്താവ് ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിച്ചപ്പോൾ അനേകം പരസ്യഭാവികൾ കടന്നു വന്ന് അവരനുദപിച്ചു, സുവിശേഷത്തിൽ വിശ്വസിച്ചു. അവർ ദൈവരാജ്യത്തിൻ്റെ മക്കളായി അവരെ ചൂണ്ടിക്കൊണ്ടാണ് ദൈവരാജ്യത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെട്ടിരുന്ന ഫരിസേയരെയും നിയമജ്ഞരെയും നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെക്കാട്ടിൽ മുൻപിൽ ഇവരൊക്കെ സ്വർഗരാജ്യത്തിൽ ഇരിക്കും നിങ്ങൾ കാണും, നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായിട്ട് കാണപ്പെടും. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് തീരുവാനുള്ള അധ്വാനത്തിലേക്കും പ്രയത്നത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി ഈ ജീവിതത്തിൽ വളരാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. കർത്താവ് കനിഞ്ഞു തന്നിരിക്കുന്ന സഭയിലൂടെ തന്നിരിക്കുന്ന കുദാശകളിൽ കൂടുതൽ ആഴപ്പെട്ട് ഒരു ദൈവ പൈതൽ ദൈവരാജ്യത്തിൽ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണോ അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമുക്ക് തീരുമാനമെടുത്ത് പരിശ്രമിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ആമേൻ.